എന്താടാ ഇത്? ഇതെന്താ ആള് നിൽക്കുന്ന കണ്ടൂടെ? അതെല്ലാം പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണ ആണുങ്ങളെ പോലെ. എടാ നീ ആണുങ്ങളെ ആരും തന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇതിപ്പോ അറിയാതെ പറ്റിപ്പോയതാ. അറിയാതെ പറ്റിപ്പോ? അങ്ങനെ അറിയാതെ പറ്റിക്കാൻ ഇവിടെ വേറെ ഏതെല്ലാം വഴി കിടക്കണം. ഇതിന്റെ ഇടയിൽ കൂടെ ഉണ്ടായിക്കൊണ്ട് വരാൻ പറ്റും. അവിടെ നിൽക്കും, അവിടെ നെല്ല് എടുക്കാൻ പറ്റുള്ളൂ. ഈ അവിടെ നെല്ല് ചെയ്തതിന് സമാധാനം പറഞ്ഞിട്ട് പോ. എന്തോ തന്നെ തോന്നിയ ദിവസം കാണിക്കണം. ഒരാൾ ഇവിടെ ദേഹത്തോണ്ട് കുത്തി മുറി വെച്ചാൽ അത് മുറിയൂലേ? ഇതിപ്പോ എന്താ കുഴപ്പം? ഇപ്പൊ എന്താ കുഴപ്പം? ഈ എന്റെ മുതുകത്തോണ്ട് കുത്തിയെന്തിന്? കുത്തി മനഃപൂർവ്വമല്ലെന്ന് പറഞ്ഞില്ലേ? കളിക്കുന്നു വല്ലതും ചെയ്യാൻ വല്ല പറയാനുണ്ടെങ്കിൽ നേരിട്ട് മുഖത്തേക്ക് പറ, അല്ലാതെ തോന്നിയ ദിവസം കാണിക്കരുത്. മര്യാദക്ക് പറമ്പിലേക്ക് കൊണ്ടുവന്ന സാധനം എടുത്ത് കൈതാ. നീ ഇത് എന്റെ മുതുകത്തോണ്ട് കുത്തിയില്ലേ, അതിന് സമാധാനം പറഞ്ഞിട്ട് നീ ഇത് ഇവിടുന്ന് എടുത്തോണ്ട് പോയാ മതി. ആ ഇത് ക്ലീറ്റസ് ആണ് തള്ളിയിട്ടേക്കുന്നത് കേട്ടാ. കളിക്കല്ലേ നീ, കളിക്കല്ലേ നീ. വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. പിന്നെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ സ്വഭാവം മാറുമെങ്കിൽ മാറട്ടാ. ഞാൻ അത് ഇവിടെ ഇട്ടേക്കണേ ഉള്ളൂ. എന്റെ പെങ്ങൾ അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. നിന്റെ സ്വഭാവം മാറുമെങ്കിൽ. അളിഞ്ഞ സ്വഭാവം. എന്ത് സ്വഭാവം? എന്ത് സ്വഭാവം? അവിടെ ഇടാനാണ് പറഞ്ഞത്. നീ കളിക്കല്ലേ, കളിക്കല്ലേ. എവിടെ ഇടും? നീ സമാധാനം പറ. എന്റെ മുഖത്ത് കുത്തി തന്നെ ഞാൻ പറഞ്ഞില്ല, മനഃപൂർവ്വം പറഞ്ഞില്ലേ? പിന്നെ മനഃപൂർവ്വം ഇനി അഥവാ കൊണ്ടെങ്കിൽ കാര്യമായി പോയി. ഇത്ര സ്ഥലം കിടന്നിട്ട് നിനക്ക് ഇതിലേ തന്നെ പോണം, ഇതിന്റെ ഇടയിൽ കൂടെ. നിന്റെ മുതൽ കൊണ്ടെങ്കിൽ കാര്യമായി പോയി. ഓ അത് ശരി. അപ്പൊ നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അത് തന്നെ. അത് ശരി. എങ്കിൽ ഇത് ഇവിടുന്ന് പോണത് എനിക്ക് കാണണം. നീ ഒന്നും താങ്ങണം. പിന്നെ അല്ലാതെ ഇവിടെ മര്യാദക്ക് ഞാൻ ഈ തുണി വിരിച്ചോണ്ടപ്പോ പുറകെ കൂടെ വന്ന് എന്നെ കുത്തിക്കൊല്ലാൻ നോക്കി. പിന്നെ അല്ലാതെ മനഃപൂർവ്വമാണ്. എന്റെ പൊന്നെ ക്ലീറ്റസേ, നീ ഒന്ന് അടങ്ങ് പോട്ട്. എടാ നീ നിന്റെ പോക്കിന് പോടാ. ഇവിടെ ചേച്ചി പോലും ഇല്ല പിടിച്ച് മാറ്റാനായിട്ട്. മോളെ ഇത് വധശ്രമമാണ്. എനിക്കെതിരെ നടന്ന വധശ്രമം. പക്ഷെ ഇത് ഞാൻ കേസ് കൊടുക്കാത്തെന്നറിയാമോ? നിന്നെ ഒറ്റ ഉയർത്തിട്ടാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന പോലീസുകാരെ പൊട്ടന്മാരല്ലേ നിന്റെ കൂടെ തിരക്കാനായിട്ട്? പോലീസിലെ ഏറ്റവും വലിയ പൊട്ട ഊള ഒരുത്തൻ സസ്പെൻഷനിലുള്ളതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നില്ലടാ. കളിക്കുന്ന ഇതുണ്ടല്ലോ, മനഃപൂർവ്വം എന്നെ കൊല്ലാൻ ശ്രമിച്ചാണ്. പുറകുന്ന് ഇവിടുന്ന് കുത്തിയിട്ട് കൊല്ലാൻ നോക്കി. ഇത് വെച്ചല്ലേ. എടാ എന്തിനടാ നീ ഇങ്ങനെ തുനിയുന്നത് ഓരോന്നിന്? കഷ്ടമുണ്ട് കേട്ടോ. അതല്ലേ ഇതുകൊണ്ടാണോ കൊല്ലാൻ നോക്കിയത്? ലില്ലിമോളെ, ഇതെന്ന് പറഞ്ഞാ നമ്മുടെ ശരീരത്തിൽ എന്തോരം മർമ്മങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു മർമ്മത്തിൽ മനഃപൂർവ്വം ഞാൻ പറഞ്ഞിട്ടേ, ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നുണ്ടല്ലോ. നീ സ്ഥലം മാറ്റി നീ അങ്ങോട്ടെങ്കിലും പോകാൻ പോയില്ലല്ലോ. എല്ലാം തീർത്ത് തന്നല്ലേ? മതി, ഉള്ളതൊക്കെ മതി. വീണ്ടും കൊണ്ടുവരണ നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. നീ പറഞ്ഞാ ഞാൻ വന്ന് നിന്റെ മുമ്പ് നിന്നുതരാം. ഫോൺ ചെയ്യ്. ചേട്ടാന്ന് ഇവിടെ വരാൻ പറ, അല്ലെങ്കിൽ ഞാൻ വല്ല മറാത്ത ഇറങ്ങി പോകും. ഞാൻ കാര്യം പറഞ്ഞില്ല എന്നുള്ളത്. ആദ്യം മോനെ മര്യാദക്ക് പഠിപ്പിച്ചാൽ മതി. തങ്കത്തിന് വരുത്തിയിട്ട് കാര്യമില്ല. തമ്മി കണ്ടാൽ ഉടനെ കാര്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വയസ്സുകാലത്തിന് ഞാൻ ഇതിന് ഉത്തരം പറയേണ്ടി വരുമല്ലോ.